ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണീസ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 2 പാർട്ട് 5 ആണ്. ഇത് ഈ സീരീസിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അതായത് ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള പാർട്ട് 1 to 4 വീഡിയോസ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അത് മുഴുവനായിട്ട് കണ്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ നൽകിയ സപ്പോർട്ടാണ് നമ്മളുടെ വളർച്ച. നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ 3 ടോപ്പിക്കാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് കാർബോക്സിലിക് ആസിഡ്, 2 എസ്റ്റേഴ്സ്, 3 മെഡിസിൻ. നമ്മളൊക്കെ ഉറുമ്പ് കടിച്ചിട്ടുണ്ടാവും അല്ലെ? ഉറുമ്പ് ഇപ്പൊ നമുക്ക് നല്ലൊരു വേദന ഉണ്ടാവും. നമ്മളിങ്ങനെ ഈ ഉറുമ്പിന്റെ ചോട്ടിൽ പോയി കാല് കുത്തിയ ആൾക്കാരുണ്ടാവില്ലേ, അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ വലിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ ഉറുമ്പ് കടിക്കുന്ന ഒരു ആസിഡാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള ഒരു ആയുധം ഉറുമ്പിന്റെ. മനസ്സിലായോ? ആ ഒരു ആസിഡിനെ നമുക്ക് COOH, കാർബോക്സിലിക് ആസിഡ്, നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചാപ്റ്റർ 1 പഠിക്കുന്നതാണ് അല്ലെ? അത് കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടോ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു കാർബണുകളുണ്ട് മെത്ത്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ, COH ഗ്രൂപ്പ് വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം? പ്ലസ് ഓയിക് ആസിഡ്. അപ്പൊ ഇവിടെ ഇത് ഓയും ഇത് ഇയും ആണ്. 2 വൗവൽസ് വന്നപ്പോ ഈ ഡ്രോപ്പ് ചെയ്തു. സോ ഇതിന്റെ പേര് എന്ന് പറയുന്നത് മെഥനോയിക് ആസിഡ്. ഓക്കെ, മറ്റൊരു പേര് ഫോമിക് ആസിഡ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ഉറുമ്പ് കടിക്കുമ്പോ ഈ ഉറുമ്പ് നിങ്ങൾ കടിക്കുമ്പോ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഒരു ആസിഡ് നിങ്ങളുടെ മേത്തേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ചെറിയൊരു നല്ലൊരു കുളപ്പൻ വേദന ഉണ്ടാവും അല്ലെ? ശരിയല്ലേ? യെസ്. ഇത് ഫസ്റ്റ് ആസിഡാണ്. COH ഗ്രൂപ്പ് ആദ്യത്തെ ഒരു കാർബൺ ഉള്ള ആസിഡാണ്. 2 കാർബൺ ഉണ്ടെങ്കിൽ അതായത് COH ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. CH3 COOH, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 2 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് വേർഡ് റൂട്ട് എത്ത് അല്ലെ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE. പിന്നെ COH വരുമ്പോൾ നമ്മൾ സഫിക്സ് ചേർക്കണം, ഓയിക് ആസിഡ് അല്ലെ? അപ്പൊ ഇങ്ങനെ 2 വോവൽസ് അടുപ്പിച്ച് വരുമ്പോ ഈ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ എന്താവും? എഥനോയിക് ആസിഡ്. മക്കളെ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് പഠിക്കാനുള്ളത്. എഥനോയിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസ്. അല്ലാണ്ട് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പ് അല്ല പഠിക്കാനുള്ളത്. എഥനോയിക് ആസിഡ്, മെയിൻലി എഥനോയിക് ആസിഡ്, അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കള്ള് ചെത്തിയിട്ട് കുപ്പിയിലാക്കിയിട്ട് നമ്മൾ മണ്ണിനടിയിൽ കുഴിച്ചിടും. കുറച്ച് നാളങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് എന്തായിട്ടുണ്ടാവും? ചൊറുക്കാന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. ഇംഗ്ലീഷ് നമ്മൾ വിനീഗർ എന്ന് പറയും, കറിയിലൊക്കെ അച്ചാറിലൊക്കെ ഇടുന്നത് അല്ലെ? ഇത് കള്ളും ചൊറുക്കാന്നൊക്കെ പറയും. വീട്ടിലെ അപ്പച്ചനോട് അമ്മച്ചോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അല്ലെ? ആക്ച്വലി എന്താണ് സംഭവിക്കണേന്ന് അറിയോ നിങ്ങൾക്ക്? അവിടെ ഈ കള്ള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിൽ എന്തുണ്ടാവും? ആൽക്കഹോൾ ഉണ്ടാവും. ഓഫ്കോഴ്സ് ആൽക്കഹോൾ ഉണ്ടാവും. ഈ ആൽക്കഹോൾ ഇങ്ങനെ നമ്മൾ ഈ മണ്ണിനടിയിൽ കുഴിച്ചിടുമ്പോൾ മണ്ണിനകത്തുള്ള അസെറ്റോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അസെറ്റോബാക്ടർ. ഇതാണ് ഇതിനെ എന്താക്കി മാറ്റുന്നത്? ഈ പറയുന്ന വിനീഗർ ആക്കി മാറ്റുന്നത്. മനസ്സിലായോ? ഈ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ വിനീഗർ ഉണ്ടല്ലോ, നമ്മളതിന് മറ്റൊരു പേരുണ്ട് കെമിസ്ട്രിയിൽ, നമ്മൾ അസെറ്റിക് ആസിഡ് എന്ന് പറയും. എന്ത് പറയും? അസെറ്റിക് ആസിഡ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം കറികളിലൊക്കെ നമ്മൾ ഇടുന്നതാണ്. ആക്ച്വലി അസെറ്റിക് ആസിഡ് എന്താണെന്ന് അറിയാം? ഇതാണ്. അതായത് നമ്മളിപ്പോ പഠിച്ച എഥനോയിക് ആസിഡ് തന്നെയാണ് ഈ അസെറ്റിക് ആസിഡ്. പക്ഷെ 100% എഥനോയിക് ആസിഡ് അതിനകത്ത് ഇല്ല. അതിനകത്ത് വെള്ളം ചേർത്ത് വളരെ ഡൈലൂട്ട് ആയിട്ടാണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായോ? ആ 5 to 8% ഈ അസെറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 8% വരെ എന്തുള്ളൂ? എഥനോയിക് ആസിഡ് ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അസെറ്റിക് ആസിഡ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനീഗറിനകത്ത് 5 മുതൽ 8% വരെ ഇയാളുള്ളൂ. ഓക്കെ, ഇയാളാണ് നമുക്ക് ആദ്യത്തെ ആള് പഠിക്കാനുള്ളത്, എഥനോയിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. പിന്നെ എസ്റ്റർ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഇതിനകത്ത് പഠിക്കും. അതായത് നമ്മളിപ്പോ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മള് സ്ട്രോബെറിയുടെ മിഠായി, എന്റെ മോളൊക്കെ ചോദിക്കും, ഡാഡി സ്ട്രോബെറിയുടെ മിഠായി ആണോ? സ്ട്രോബെറി അരച്ച് കലക്കിയ മിഠായി ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കണം? ആണോ? കോലുമിഠായിയൊക്കെ അല്ല.
സ്ട്രോബെറിയുടെ ടേസ്റ്റ് തരുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അതിനകത്തുണ്ട്. അത് എസ്റ്റർ ആണ്. നിങ്ങൾ കടയിൽ ചെന്നിട്ട് സ്പ്രേ വാങ്ങുമ്പോൾ മുല്ലപ്പൂവിന്റെ സ്പ്രേ മനസ്സിലായി, വിലക്കുറവായിരിക്കും അല്ലെ, ശരിയല്ലേ? മറ്റു സാധാരണ സ്പ്രേനെ പോലെ അല്ല, മുല്ലപ്പൂവിന്റെ ജാസ്മിൻ വിലക്കുറവ്. ഈ ജാസ്മിന്റെ സ്മെല്ല് തരുന്ന ഒരു സാധനമാണ് എന്ത്, എസ്റ്റർ. അപ്പൊ പലതരത്തിലുള്ള ബനാനയുടെ സ്മെല്ല്, ടേസ്റ്റ്, ഇതൊക്കെ നമുക്ക് തരുന്ന എസ്റ്ററുകൾ ഉണ്ട്, മനസ്സിലായ? പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ടോപ്പിക്. മൂന്നാമത്തെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം, മെഡിസിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് പാരസിറ്റമോൾ. നമുക്ക് പനി വന്നാൽ നമ്മൾ പാരസിറ്റമോൾ എടുത്താൽ മതി, അങ്ങോട്ട് കഴിക്കും അല്ലെ? പനി മാറാനായിട്ട്. എന്തിനാണ്? നമ്മുടെ ചൂട്, ശരീരത്തിന്റെ ചൂട് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെ, ശരിയല്ലേ? അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഡോക്ടർ 2-3 പ്രാവശ്യം മരുന്ന് തന്നിട്ട് മാവില്ലെങ്കിൽ ഡോക്ടറോട് ആന്റിബയോട്ടിക് എടുക്കും അല്ലെ? ഈ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് എന്താണ്? കെമിസ്ട്രിയിലെ ഒരു എന്താണ് വിഭാഗമാണ് അല്ലെ? കെമിസ്ട്രി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിസിൻ ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെമിസ്ട്രി ഈസ് ദ സെൻട്രൽ സയൻസ്. കെമിസ്ട്രി എന്താ പറയാ, സെൻട്രൽ സയൻസ് ആണ്. കെമിസ്ട്രിക്ക് ചുറ്റുമാണ് ബാക്കി എല്ലാവരും, മനസ്സിലായോ? ഇപ്പൊ ഞാൻ നിങ്ങളെ മാത്സ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനം വേണം, മഷി വേണം അല്ലെ, ശരി, ബോർഡ് വേണം വേണ്ട, അല്ലെങ്കിൽ പേന വേണം, അറ്റ്ലീസ്റ്റ് പേപ്പറെങ്കിലും വേണ്ടേ? ഇതെല്ലാം എന്തിലൂടെ ഉണ്ടാക്കണത്? കെമിസ്ട്രിയിലൂടെ ഉണ്ടാക്കണത്. ഇതൊന്നുമില്ലാതെ വായു വീണിട്ട് എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ, ശരിയല്ലേ? എന്ത് സാധനവും നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ കെമിസ്ട്രിയാണ്, നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ. സോ നമുക്കൊരു അസുഖം വന്നാൽ അതിനുള്ള മരുന്നും നമ്മൾ എന്തിലൂടെ കണ്ടുപിടിച്ചു? കെമിസ്ട്രിയുടെ കണ്ടുപിടിച്ചു. കെമിസ്ട്രി പഠിക്കണം മക്കളെ. കെമിസ്ട്രി എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ്, ചുറ്റുള്ള എല്ലാം പഠിച്ചു എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ മെഡിസിൻ ആണ് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ടോപ്പിക്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എഥനോയിക് ആസിഡ്. അപ്പോ എഥനോയിക് ആസിഡ് എന്താണ്? ഓൾറെഡി സാർ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് എഥനോയിക് ആസിഡ്? CH3COOH. അതായത് കാർബോക്സിലിക് ആസിഡ് ഒരു CH3 അറ്റാച്ച് ചെയ്ത് വരുന്ന ആസിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ മറ്റൊരു പേരെന്താണ്? അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ വിനിഗർ എന്ന് പറയാം. വിനിഗർ ഇത് ഓർത്തിരിക്കണം കേട്ടോ മക്കളെ. വിനിഗർ ചോദിക്കും. വിനിഗർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൊറുക്കയാണ്. അപ്പൊ വിനീഗറിനകത്ത് 100% ഈ എഥനോയിക് ആസിഡ് ഇല്ല. ആസിഡ് നമ്മൾ വീണ് നമുക്ക് പൊള്ളും. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ വീണാൽ പൊളഞ്ഞിപ്പുറം വരും. അപ്പൊ ആസിഡ് നമ്മൾ എന്താണ്, നമ്മുടെ ഭക്ഷണാവശ്യങ്ങൾക്കും വീട്ടിലെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ വെള്ളം ചേർത്ത് നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ 5 to 8% എഥനോയിക് ആസിഡ് എന്നുള്ളത് പ്രത്യേകം പഠിച്ചു നോക്കണേ. നോട്ട് ദ പോയിന്റ്. 5 to 8%, 5 മുതൽ 8%. 10% താഴെ എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. 5 മുതൽ 8% വരെ എന്താണ് എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അസിറ്റിക് ആസിഡിനെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് വിനിഗർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ നമുക്ക് ചൊറുക്കാന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയണത് അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം, അറിഞ്ഞിരിക്കാനോ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ആ ഡിസ്ട്രിക്റ്റിന്റെ പേരും അതിന്റെ താഴെ. ഞങ്ങളുടെ നാട്ടിൽ സാറേ ചൊറുക്ക എന്നല്ല പറയണേ, ഇന്ന സാധനമാണ്, അങ്ങനെ എന്തെങ്കിലും സാറല്ല ഇപ്പൊ പറഞ്ഞതല്ലാതെ വേറെ ഏതെങ്കിലും പേരാ പറയണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടില്ല, വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് അറിഞ്ഞിരിക്കാമല്ലോ എനിക്ക്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് നമുക്ക് എഥനോയിക് ആസിഡ് ആണ് പഠിക്കാനുള്ളത് അല്ലെ? അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആസിഡുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ കുറിച്ച് കുറച്ച് ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 മുതൽ 4 വരെയുള്ള കാർബൺ വരുന്ന പ്രധാനപ്പെട്ട ആസിഡുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേരിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് എഥനോയിക് ആസിഡ് തന്നെ എഴുതാം. ഫസ്റ്റ് എഥനോയിക് ആസിഡ്. ഓക്കെ, ക്ലിയർ? ഒരു കാർബൺ ഉള്ളത്, 2 കാർബൺ ഉള്ളത്, 3 കാർബൺ ഉള്ളത്, 4 കാർബൺ ഉള്ളത്. ഇപ്പൊ ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആണ് സാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യം 2 കാർബൺ ഉള്ളത്. ഇപ്പൊ 2 കാർബൺ സാർ ഇങ്ങനെ എഴുതി. ഒരു കാർബൺ നിങ്ങൾ എന്ത് ചെയ്യണം? COOH എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? CH3. ശരിയോ? ഇനി 3 കാർബൺ, 1 2 3. അപ്പൊ ഒരു സ്ഥലത്ത് എന്ത് എഴുതണം? COH എന്ന് എഴുതണം. ബാക്കിയുള്ളടത്ത് ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. CH2 അറിയാലോ, ഫില്ല് ചെയ്യാനായിട്ട് പിന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ വരുമ്പോ 1 2 3 4. ഓക്കെ, COH എഴുതാം. ഇവിടെ CH2, ഇവിടെ CH3. ഇത്രയും മനസ്സിലായാലോ? അപ്പൊ മക്കൾ എന്താ വെച്ച് നോക്കി, ഇവിടെ നിന്ന് പറഞ്ഞത് കുറഞ്ഞല്ലേ? ഒരു CH3 കുറഞ്ഞപ്പോ ഇതായി, ഒരു CH3 കുറഞ്ഞപ്പോ ഇതായി അല്ലെ? ഇനി ഒരു CH3 കുറഞ്ഞ് ഇത് മാത്രം എഴുതാൻ പറ്റും നമുക്ക്? ഇല്ല, ഇവിടെ ഒരു ഹൈഡ്രജനോട് വേണം. അതെന്തുകൊണ്ടാണ് സാറേ? നമുക്ക് COH എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH ഇങ്ങനെയല്ലേ കിടക്കണേ? അപ്പൊ ഇവിടെ നോക്കി, ഈ കാർബൺസ് വെച്ച് 1 2 3 3 ബോണ്ടല്ലേ? ഇങ്ങോട്ടൊരു ബോണ്ടിലുണ്ട്, അവിടെ ഹൈഡ്രജൻ വന്നിച്ചേരും. കിട്ടിയോ? ക്ലിയർ ആണോ? യെസ്. അപ്പോ ഇനി ഇതിന്റെ പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് എന്താണ്? മെത്ത. 2 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ്? എത്ത്. 3 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ്? പ്രൊപ്പ്. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? 4 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ്? ബ്യൂട്ടി. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററുകൾ കണ്ട് നന്നായി പഠിക്കാട്ടോ. ഇതേന്ന് എന്താണ്? സിംഗിൾ ബോണ്ട് ആണ് എല്ലായിടത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എനി 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 കണ്ടോ? ഇനി നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് COH വരുമ്പോ ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. എന്ത് ചേർക്കണം? ഓയിക് ആസിഡ്. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം മക്കളെ, അതാണ് പഠിക്കേണ്ടത്. ഈ ഡ്രോപ്പ് ചെയ്യണം, ഈ ഡ്രോപ്പ് ചെയ്യണം, ഈ ഡ്രോപ്പ് ചെയ്യണം. then put oic acid here. oic acid, oic acid, oic acid. കണ്ടോ? oic acid. അത്രേ ഉള്ളൂ. അപ്പോ ഈ ഒരു 4 എക്സാമ്പിളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, പ്രധാനപ്പെട്ട 4 അതിന് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഇതാണ് എഥനോയിക് ആസിഡ്. ഇതാണ് എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ വിനീഗർ. ഇപ്പൊ നമ്മള് നാരങ്ങ എടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ആസിഡ് ഉണ്ട്, എന്താണെന്ന് അറിയും? സിട്രിക് ആസിഡ്. അതുപോലെ നമ്മള് വാളംപുളി, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല, ഒരു നീളത്തിലുള്ള ഒരു പുളിയാണ്. നമ്മള് അതിനെ ടാമറൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനകത്തൊരു ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡ് ആണ്. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ആസിഡുകൾ നമ്മൾ അറിയാതെ പോലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ആണ് എഥനോയിക് ആസിഡ്. മറ്റൊരു പേരെന്താണ്? അസറ്റിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എഥനോയിക് ആസിഡ് എങ്ങനെ നമുക്ക് വ്യവസായമായിട്ട് വളരെ വൻതോതിൽ ഉത്പാദിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എന്താണ്? എഥനോയിക് ആസിഡ്. നെക്സ്റ്റ് അതിന്റെ യൂസസ് നമ്മൾ പഠിക്കും. ഓക്കെ മകളെ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോയിക് ആസിഡ്. നമ്മുടെ വീട്ടിലുള്ള വിനീഗർ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. പക്ഷെ വീട്ടിലുള്ള വിനീഗർ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കള്ള് നമ്മൾ കുഴിച്ചിട്ടാൽ, പിന്നെ നമ്മളിപ്പോ ഈ തെങ്ങിന്റെ തേങ്ങാവെള്ളം ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്? ഈ പറയുന്ന വിനീഗർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എഥനോൾ ഉണ്ടെങ്കിൽ, അതായത് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ, ഈ ആൽക്കഹോള് നമുക്ക് അസറ്റോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് എയറിന്റെ സാന്നിധ്യത്തിൽ, പ്രസൻസ് ഓഫ് എയറിൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഈ പറഞ്ഞ എഥനോയിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഫെർമെന്റേഷൻ ഓഫ് എന്താണ്? എഥനോൾ. അപ്പൊ നമ്മള് ഫെർമെന്റേഷൻ ഓഫ് എന്താണ്? ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഗ്രേപ്പ് ഒക്കെ ഫെർമെന്റേഷൻ ചെയ്ത് നമ്മൾ എഥനോൾ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർക്കുന്നുണ്ടോ? എഥനോൾ അങ്ങനെ കരിമ്പിന്റെ ജ്യൂസ് ചെയ്ത് നമ്മള് അല്ലെ എഥനോൾ ഉണ്ടാക്കിയില്ല. അപ്പൊ ഫെർമെന്റേഷൻ ഓഫ് എന്താണ്? ഷുഗർ കെയിൻ നമ്മൾ പഠിച്ചത്. ആ ഉണ്ടാക്കിയ എഥനോളിനെ ഫെർമെന്റേഷൻ ചെയ്തിട്ട്, അതായത് അതിനകത്തേക്ക് അസറ്റോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ദിസ് ഇസ് ദ ബാക്ടീരിയ അസറ്റോബാക്ടർ. മനസ്സിലായോ? ഈ അസറ്റോബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയ എഥനോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടുന്നു. മനസ്സിലായോ? ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, വായുവിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ എഥനോൾ കൺവെർട്ട് ആയിട്ട് എന്തായിട്ട് മാറും? വിനീഗർ ആയിട്ട് മാറും. അതായത് 5 to 8% കോൺസെൻട്രേഷൻ ഉള്ള എഥനോയിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എഥനോൾ ഓക്കെ പ്ലസ് എന്ത് ബാക്ടീരിയ? ദിസ് ബാക്ടീരിയ അസറ്റോബാക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? എയർ കണ്ടോ? അപ്പൊ എന്തായിട്ട് മാറും? എഥനോയിക് ആസിഡ്. ഈ എഥനോയിക് ആസിഡിന്റെ 5 to 8% കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് എഥനോയിക് ആസിഡിന്റെ അളവ് എത്ര ആക്കുള്ളൂ? അതിനകത്ത് 5 to 8% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100 കുപ്പി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 92 കുപ്പിയും വെള്ളം, ബാക്കി ഒരു 8 കുപ്പി മാത്രം ഫുൾ ആസിഡ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതാണ് 5 to 8% കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു പാത്രത്തിലേക്ക് 92 കുപ്പി പച്ചവെള്ളം ഒഴിക്കുക, 8 കുപ്പി കംപ്ലീറ്റ് എഥനോയിക് ആസിഡ് ഒഴിക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ട് അതിലൊരു കുപ്പി എടുക്കുക. അപ്പൊ ആ ഒരു കുപ്പിയിൽ എത്ര ശതമാനം ഉള്ളൂ? ആസിഡ് 5 to 8% ഉള്ളൂ. മനസ്സിലായോ? അതാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനീഗർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. വിനീഗർ എന്ന് പറയുന്നത് 5 to 8% എഥനോയിക് ആസിഡ്. എങ്ങനെ ഉണ്ടാക്കും? ഫെർമെന്റേഷൻ ഓഫ് എന്താണ്? എഥനോൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ എഥനോളിൽ നിന്നാണ്, അതായത് ആൽക്കഹോളിൽ നിന്നാണ് ഈ പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ വ്യാവസായികമായിട്ട് നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വെള്ള കുപ്പിയായിരിക്കും, പച്ചവെള്ളത്തിന്റെ നിറത്തിലുള്ള ഒരു കുപ്പിയായിരിക്കും നമുക്ക് കിട്ടുക. അതെങ്ങനെ വ്യാവസായികമായിട്ട് നിർമ്മിക്കും എഥനോയിക് ആസിഡ്? മനസ്സിലായോ? കാരണം നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കുറെ യൂസസ് എഴുതിയിട്ടുണ്ടോ? വിനീഗർ ഒരു യൂസസ് മാത്രമേ ഉള്ളൂ അല്ലെ? അതേപോലെ നമുക്ക് എന്താണ്? മരുന്നുകൾ ഉണ്ടാക്കണം. അസറ്റിക്
അൻഹൈഡ്രൈഡ് എന്ന് പറഞ്ഞ സാധനങ്ങള്, അസറ്റേറ്റ് എസ്റ്ററുകള്, സിന്തറ്റിക് ഫൈബേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? എഥനോയിക് ആസിഡ് വേണം. അപ്പൊ നമുക്ക് യൂസസ് നോക്കിയാൽ അറിയാം. സോൾവെന്റ്, പോളിമേഴ്സും റെസിൻസ്, ഇതിന്റെയൊക്കെ സോൾവെന്റ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ പറഞ്ഞ എഥനോയിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഡിസിൻഫെക്ടൻസ്, അതായത് സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. മെഡിസിൻസിൽ ഉപയോഗിക്കുന്നു, മരുന്നുകൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മെഡിസിൻസ്. കണ്ടോ, മെഡിസിൻസ്. അപ്പൊ യൂസസും കൂടി ഈ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ സാർ സെപ്പറേറ്റ് പറയുന്നില്ല. പ്രധാനപ്പെട്ട 5 യൂസസ് ആണ് എഥനോയിക് ആസിഡിനെ പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്, ഒന്നുമില്ല. അത് അതിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ യൂസസ് ഒന്ന് നോക്കിയേ. വിനിഗർ, അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. വിനിഗർ, എന്താ വിനിഗർ? എഥനോയിക് ആസിഡ് ആണ്. എന്താണ് എഥനോയിക് ആസിഡ്? CH3COOH. കണ്ടോ, ക്ലിയർ ആണോ? അപ്പൊ ഈ എഥനോയിക് ആസിഡ് എത്ര ശതമാനമേ ഉള്ളൂ? 5 to 8% ഉള്ളൂ. അപ്പൊ വിനിഗർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു യൂസസ്, നമ്മൾ കറികളൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് മറ്റൊരു യൂസസ് മെഡിസിൻസ് ആണ്, മരുന്നുകൾ നിർമ്മിക്കാനാണ്. പിന്നെ വരുന്നത് എന്താണ്? ഡിസിൻഫെക്ടൻസ്, അതായത് സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ സോൾവെന്റ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ മരുന്നിനകത്തേക്ക് നമ്മൾ എന്താണ്, ഈ ആസിഡിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുള്ള മരുന്നായിരിക്കും നമുക്ക് തരിക. മനസ്സിലായോ? അതുപോലെ തന്നെ പോളിമേഴ്സ്. പോളിമേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എഥനോയിക് ആസിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. റെസിൻസ്. റെസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഈ പറഞ്ഞ വുഡിന്റെ മീതിയൊക്കെ നമ്മൾ അടിക്കൂലേ തിളങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ. ചില മരങ്ങളെ കണ്ടിട്ടില്ലേ? മരങ്ങളിൽ ചില കറകൾ വരും അല്ലെ? നമ്മൾ ആ കറകളൊക്കെ എന്തിനാന്ന് വെച്ചാൽ മരങ്ങളിലേക്ക് മറ്റ് പ്രാണികളും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സാധനം റെസിൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് വേണം? ഈ അതിന്റെയൊക്കെ സോൾവെന്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ എഥനോയിക് ആസിഡ് വേണം. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ 3 പേരുകൾ പഠിച്ചു വെക്കുക. സിന്തറ്റിക് ഫൈബറുകൾ, നമ്മൾ ടെക്സ്റ്റൈൽസിൽ നമ്മള് ഫൈബറുകളൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഡ്രസ്സിന്റെ നാരുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അസറ്റേറ്റ് എസ്റ്റർ. എസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ എസ്റ്റർ പഠിക്കും. ഈ പറയുന്ന ആസിഡും ആൽക്കഹോളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സാറ് പറഞ്ഞില്ലേ മുല്ലപ്പൂവിന്റെ മണം അല്ലെങ്കിൽ സ്ട്രോബെറി ടേസ്റ്റ് ഒക്കെ വരില്ലേ, ആ സാധനങ്ങളാണ് എസ്റ്റർ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ എന്ത് വേണം? ഈ പറഞ്ഞ ആസിഡ് വേണം. ഓക്കെ. ദെൻ അസിറ്റിക് ആൻഹൈഡ്രൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും എന്ത് വേണം? ഈ പറയുന്ന ആസിഡ് വേണം. സോ ഈ ഒരു പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ ഇതിന്റെയൊക്കെ ഫോർമേഷന് ആസിഡ് വേണം എന്നുള്ളത് പഠിച്ചു നോക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് അസിറ്റിക് ആൻഹൈഡ്രൈഡ് ഉണ്ടാക്കാനായിട്ട് ഡാഷ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനം എന്തെന്ന് പറഞ്ഞാൽ താഴെ ബ്രാക്കറ്റിലൊക്കെ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് എഥനോയിക് ആസിഡ് എന്ന് എടുത്ത് എഴുതാനുള്ള കഴിവ് വേണം. സോ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് നോർമൽ രീതിയിൽ വിനീഗർ ഉണ്ടാക്കുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫെർമെന്റേഷൻ. എന്നാൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, എഥനോയിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആൽക്കഹോൾ ഉണ്ടാവും, പ്ലസ് സംതിങ് ഉണ്ടാവും. ദെൻ എന്തായിട്ട് മാറും? അത് എഥനോയിക് ആസിഡ് ആയിട്ട് മാറും. ഇതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആൽക്കഹോൾ ഉണ്ടാവും, പ്ലസ് ഒരാളുണ്ടാവും ഗീസ്, അതിന് മുകളിൽ ഒരു കാറ്റലിസ്റ്റ്, അതായത് ഈ ഒരു പ്രവർത്തനത്തെ എന്താ ത്വരിതപ്പെടുത്തുന്ന, അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരാളുണ്ടാവും. അവസാനം നമ്മുടെ എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് ഇതാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ആൽക്കഹോളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ. എന്നിട്ട് അവിടെ എന്ത് ഉണ്ടാവണം? എഥനോയിക് ആസിഡ് ഉണ്ടാവണം. അപ്പൊ എന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്കിനി പഠിക്കേണ്ട കാര്യമില്ല. പ്രോഡക്റ്റ് എനിക്കറിയാം എഥനോയിക് ആസിഡ് ആണ്, CH3COOH. ഇനി എന്ത് ആൽക്കഹോളിൽ നിന്നാണ് ഉണ്ടാവുന്നത്? അതാണ് നമ്മുടെ ഫസ്റ്റ് ആൽക്കഹോൾ, മെഥനോൾ. മെഥനോൾ എന്ത് ആൽക്കഹോളിൽ നിന്നാണ് ഉണ്ടാവുന്നത്? മെഥനോൾ. അപ്പൊ മെഥനോളിന്റെ കെമിക്കൽ ഫോർമുല എന്താ മക്കളെ? CH3OH. ക്ലിയർ? എന്തുമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? വെരി ഈസിയാണ്, കാർബൺ മോണോക്സൈഡ്. എന്താണ്? കാർബൺ മോണോക്സൈഡ്. സോ പ്ലസ് കാർബൺ മോണോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസില് എന്താണ്? ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു? എഥനോയിക് ആസിഡ് ആയിട്ട് മാറും. മറ്റൊന്നുമില്ല, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെഥനോൾ. ഫസ്റ്റ് ആൽക്കഹോളിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? നമ്മള് എഥനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഫസ്റ്റ് ആൽക്കഹോൾ മെഥനോൾ ആണ്. മെഥനോൾ എല്ലാവർക്കും അറിയാം, ഒരു കാർബണേ ഉള്ളൂ, CH3OH പ്ലസ് CO, കാർബൺ മോണോക്സൈഡ്. അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? CH3COH. ഇപ്പൊ നമ്മൾ പഠിച്ച എഥനോയിക് ആസിഡ്. ഇത്രയുള്ളൂ, സിമ്പിൾ, കഴിഞ്ഞു. എഥനോയിക് ആസിഡ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഒന്നുമില്ല പഠിക്കാൻ, വളരെ ഈസിയാണ്. മെഥനോൾ പ്ലസ് കാർബൺ മോണോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഗീവ്സ് എന്താണ്? എഥനോയിക് ആസിഡ്. മെഥനോൾ എന്താണെന്ന് അറിയാലോ?
ഒരു കാർബൺ CH3OH പ്ലസ് ദെൻ എന്താണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എല്ലാവർക്കും അറിയാം CO ആണ്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇതും കൂടി ചേർന്ന് കഴിയുമ്പോൾ CO പിന്നെ ഒരു O കൂടി വരും അല്ലെ, COOH CH3COH എന്ന് പറയുന്ന എന്താണ് എഥനോയിക് ആസിഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ CH3OH CO കൂടി ചേരുമ്പോ എന്തുണ്ടാവും, CH3COOH. കണ്ടോ, ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഈ OH നിങ്ങൾ വന്നത് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ എന്താവും, COOH ആയില്ലേ, പിന്നെ ഇതിനോട് ചേരുമ്പോ എന്താവും, CH3COH. കണ്ടോ, അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട ഒരാളെ കിട്ടും. ഇതാണ് നമ്മുടെ ആൽക്കഹോൾ. മനസ്സിലായോ? അപ്പൊ ഒരു കാർബണുള്ള ആൽക്കഹോളാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഒരു കാർബണുള്ള ആൽക്കഹോൾ എന്താണ്, CH3OH ആണ്. അതിലൂടെ എന്ത് ചേർക്കണം, CO ചേർക്കണം, കാറ്റലിസ്റ്റ്. അപ്പൊ എന്തുണ്ടായി മാറും, എഥനോയിക് ആസിഡ് ഉണ്ടായി. കേട്ടിരിക്കുന്ന ഇൻഡസ്ട്രി, പക്ഷെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനും എല്ലാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. 10 തവണയെങ്കിലും എഴുതണം, അല്ലെങ്കിൽ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു പോകും. ഈ പറയുന്ന ആൽക്കഹോൾ എന്നുള്ളത് മെഥനോൾ എന്നുള്ളത് നിങ്ങൾ എഥനോൾ ആക്കി എഴുതും. മനസ്സിലായോ? കാരണം ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ ആണ് നമ്മൾ എന്താക്കി മാറ്റിയത്, വിനിഗർ ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മെഥനോൾ ആണ്. ജനറലി ആൽക്കഹോൾ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ വരുമ്പോ മെഥനോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കാരണം മെഥനോൾ വളരെ ചീപ്പായിട്ട് കിട്ടും. മെഥനോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് കഴിഞ്ഞ വീഡിയോയിൽ സാർ പഠിച്ചിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് എഥനോയിക് ആസിഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എസ്റ്ററുകളാണ്. അതായത് നല്ല സ്മെല്ല് അല്ലെ, ബനാനയുടെ സ്മെല്ല്, അല്ലെങ്കിൽ എന്താ ബനാന ടേസ്റ്റ്, സ്ട്രോബെറി ടേസ്റ്റ് മിഠായിക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പ്രേ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് എസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് എങ്ങനെ ആസിഡ് ഉണ്ടാക്കാം. എന്നാൽ ഈ ആൽക്കഹോളും ഈ ആസിഡ് തമ്മിൽ ചേർന്ന് എന്തുണ്ടാവും, എസ്റ്റർ. അപ്പൊ എന്തുണ്ടാവും, എസ്റ്റർ ഉണ്ടാവും. അതായത് സ്മെല്ലുള്ള, നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസ് ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആൽക്കഹോൾ നമ്മൾ ഉണ്ടാക്കി, കുറെ ആൾക്കാർ ആൽക്കഹോൾ ഉണ്ടാക്കി വിചാരിക്കും, കുറെ ആൾക്കാർ എന്തുണ്ടാക്കി, ആസിഡും ഉണ്ടാക്കി. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേറൊരു സാധനം കിട്ടി അല്ലെ, നല്ല സ്മെല്ലുള്ള സാധനം. അത് വളരെ അടിപൊളി സാധനമാണ്. അതിന്റെ പേരാണ് എന്ത്, എസ്റ്റർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എസ്റ്റർ ആണ്. ഹലോ മക്കളെ, അടുത്തത് എസ്റ്ററുകളാണ്. അപ്പൊ എസ്റ്ററുകൾ ഉണ്ടാക്കാൻ എങ്ങനെ പഠിക്കാം എന്നതിന് മുന്നേ നമുക്കൊരു ഓർഡർ മനസ്സിലുണ്ടെങ്കിൽ എസ്റ്ററുകൾ ഒരിക്കലും തെറ്റില്ല. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ മെഥനോൾ പഠിച്ചു, എഥനോൾ പഠിച്ചു, അതായത് ആൽക്കഹോൾ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പഠിച്ചു പാർട്ട് 4. അതിനുശേഷം ഈ പാർട്ട് 5 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് പഠിച്ചു, ആസിഡ് പഠിച്ചു അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് വിനീഗർ ഉണ്ടാക്കുന്ന ആസിഡ്. എന്താണ് ആസിഡിന്റെ പേര്, സാറിനോട് എഴുതിയിട്ടുണ്ട്, എന്താണ്, എഥനോയിക് ആസിഡ്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ആൽക്കഹോൾ നമ്മൾ പഠിച്ചിട്ടാണ് എന്ത് പഠിച്ചത്, എഥനോയിക് ആസിഡ് പഠിച്ചത്. ഇത് രണ്ടും കൂടി കലർത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. അപ്പൊ എസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഓർമ്മയിൽ ഒരു ഓർഡറിൽ ആൽക്കഹോൾ പഠിച്ചു ഞാൻ, എന്താണ്, ഞാൻ ആസിഡ് പഠിച്ചു, ഈ ആൽക്കഹോൾ ആസിഡ് കലർത്ത് നോക്കി എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. വളരെ ഈസി. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പൊ പഠിച്ച ആസിഡ് എന്താണ്, എഥനോയിക് ആസിഡ് ആണ് അല്ലെ. ഈ എഥനോയിക് ആസിഡ് ഒക്ടൈൽ ആൽക്കഹോളുമായിട്ട് ചേർത്ത് എന്ത് കിട്ടും, എഥനോയിക് ആസിഡ് എന്തുമായിട്ട് ചേർക്കുന്നു, ഒക്ടൈൽ ആൽക്കഹോളുമായിട്ട് ചേർക്കുമ്പോൾ ഓറഞ്ചിന്റെ എന്ത് കിട്ടും, സ്മെല്ല് കിട്ടും. നമ്മൾ ചില ലിക്വിഡൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഓറഞ്ചിന്റെ മണം വരും അല്ലെ, ചിലതിന് ഓറഞ്ചിന്റെ മണം വരും. ഈ ഓറഞ്ചിന്റെ മണം ശരിക്കും ഓറഞ്ച് പിഴിഞ്ഞുണ്ടാക്കുന്നതല്ല. എങ്ങനെയാണ്, എഥനോയിക് ആസിഡും എന്ത് ആൽക്കഹോളാണോ, ഒക്ടൈൽ ആൽക്കഹോളും തമ്മിൽ ചേർത്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഓറഞ്ചിന്റെ സ്മെല്ലാണ്. അടിപൊളി, ഇൻട്രസ്റ്റിംഗ് അല്ലേ. അതിന്റെ പേര് എന്ന് പറയുന്നത്, ഈ ഒക്ടൈലിന്റെ കൂടെ ഒക്ടൈൽ ആൽക്കഹോളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഒക്ടൈൽ എഴുതിയതിനു ശേഷം എന്ത് ആസിഡ് ഉണ്ടെന്ന്, എഥനോയിക് ആസിഡ് ആണ്. അപ്പൊ എന്ന് എഴുതിയതിനു ശേഷം കണ്ടോ, നമ്മൾ എന്ത് ചെയ്തേക്കണം, എന്ന് എഴുതിയ ശേഷം OH ആണ് ചേർക്കേണ്ടത്. OH കണ്ടോ, എഥനേറ്റ് കണ്ടോ, എഥനോയിക് ആസിഡും ഒക്ടൈൽ ആൽക്കഹോളും തമ്മിൽ ചേരുമ്പോൾ ഈ ഒക്ടൈൽ ആൽക്കഹോളിന്റെ പേരിന്റെ ആദ്യത്തെ അത് അവിടെ എഴുതുക. അതിനുശേഷം ഇവിടെ എഥനോയിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഥനോ വരെ എടുക്കാം. എഥനോ വരെ എടുക്കാം. ഇത് നിങ്ങൾ 80 എന്നൊരു വാക്ക് കൂടി ചേർത്ത്, ഇതിന്റെ പേര് ഒന്നുമില്ല, സിമ്പിൾ. അപ്പൊ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ തമ്മിൽ ചേർന്നിട്ടാണ് ഓറഞ്ചിന്റെ സ്മെല്ല് ഉണ്ടാവണമെന്ന് പഠിച്ചു നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ആയിട്ട് ഭംഗിയായിട്ട് കൊടുത്തിട്ട് അത് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ജാസ്മിൻ, നമ്മൾ കണ്ട മുല്ലപ്പൂവിന്റെ മണമുള്ള സ്പ്രേ അല്ലെ, പക്ഷെ അധികം നേരം നിൽക്കൂല. അതെങ്ങനെ ഉണ്ടാക്കണം, അതായത് അധികം വിലക്കുറവിലുള്ളത്, അധികം വിലയില്ലാത്ത വളരെ വിലക്കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും. അതിനകത്ത് ഇതേപോലെ തന്നെ എഥനോയിക് ആസിഡ് തന്നെയാണ്. കൂടെ ചേർക്കേണ്ട ആളുടെ പേര് പഠിച്ചു നോക്കുക, ബെൻസൈൽ ആൽക്കഹോൾ. എന്താണ്, ബെൻസൈൽ ആൽക്കഹോൾ. അപ്പൊ ഈ ബെൻസൈൽ ആൽക്കഹോളില് ചേർത്ത് ഇത് ഉണ്ടാവും, എന്തായിരിക്കും പേര്, ബെൻസൈൽ ആദ്യം എഴുതാം, ദെൻ എഥനേറ്റ്. കണ്ടോ, സിമ്പിൾ ആണ്. ബെൻസൈൽ എഴുതിയതിനു ശേഷം
എഥനേറ്റ് എന്ന് എഴുതിയാണ്. അപ്പൊ ഇത് പഠിക്കേണ്ട ആവശ്യം അത് ഇതിൽ ഉണ്ടാക്കാം. ഇത് പഠിച്ചു നോക്കാം, ബെൻസീൻ ആൽക്കഹോൾ എന്നുള്ളത്. അപ്പോഴാണ് ജാസ്മിന്റെ സ്മെൽ ഉണ്ടാവുന്നത്. പിന്നെ ബനാനയുടെ സ്മെല്ല്, ബനാന നമ്മുടെ പഴത്തിന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എഥനോയിക് ആസിഡിനോട് തന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് എന്താണ്, ഐസോമെയിൽ ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഐസോമെയിൽ എഥനേറ്റ് എന്ന് പറയാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് അസറ്റേറ്റ് എന്ന പേരിലാണ്. അപ്പൊ അത് പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ബനാന. ക്ലിയർ ആണല്ലോ. യെസ്. അപ്പൊ ഇവിടെ ഒരു ആൽക്കഹോളിലും സാറ് എന്താണ് ഈഥൈൽ ആൽക്കഹോൾ എടുത്തില്ല. ക്ലിയർ ആണോ? ഈഥൈൽ ആൽക്കഹോൾ സാർ ഇവിടെ എടുത്തില്ല. വേറെ ഏതൊക്കെയോ ആൽക്കഹോളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് സാർ പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കിയേ, ബ്യൂട്ടനോയിക് ആസിഡ് പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവും? അതിന്റെ പേരെന്ന് പറയാം. ഞാൻ സാറ് പറഞ്ഞു ഈ ആൽക്കഹോളിന്റെ പേര് എഴുതാം. എഴുതി ഈഥൈൽ. ഓക്കെ, എന്താണ് ബ്യൂട്ടനോ, ഇവിടം വരെ എഴുതാം. ബ്യൂട്ടനോ എന്നെന്ത് ചേർക്കണം? ATE, ബ്യൂട്ടനേറ്റ്. ഇത് പൈനാപ്പിളിന്റെ മണം വരും. എന്താ അല്ലെ, നമ്മൾ വിചാരിച്ചു ശരിക്കും പൈനാപ്പിൾ ആണെന്നല്ലേ സ്മെല്ലേക്കുമ്പോ. പൈനാപ്പിളിന്റെ സ്മെല്ലാണ് ഈ ഈഥൈൽ ബ്യൂട്ടനേറ്റിനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈഥൈൽ ആൽക്കഹോൾ അവിടെ നിർത്താം, ബ്യൂട്ടനോയിക് ആസിഡ് മാറ്റാം. എന്നിട്ട് നമുക്കറിയാവുന്ന നമ്മളുടെ ഇപ്പൊ പഠിച്ച ആസിഡ് ഉണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് പഠിച്ചത്, അതായത് CH3OH, മെഥനോൾ റിയാക്ട് വിത്ത് CO, കാർബൺ മോണോക്സൈഡ് പ്രസൻസ് ഓഫ് എന്താണ് കാറ്റലിസ്റ്റ്. എന്ത് കിട്ടി? CH3 എന്താണ് COOH. എന്ത് സാധനമാണിത്? എഥനോയിക് ആസിഡ്. ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ അല്ലെ. ഈ എഥനോയിക് ആസിഡ് ആണ് ഇവിടെ വേണ്ടെങ്കിൽ എഥനോയിക് ആസിഡ് നിങ്ങൾക്ക് പേര് എഴുതാൻ പറ്റും. അതാണ് എന്റെ എഥനോയിക് ആസിഡ് ആണ് സാറ്, ബാക്കിയൊന്നും വ്യത്യാസം പറ്റില്ല. എഥനോയിക് ആസിഡ്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഈഥൈൽ ബ്യൂട്ടനേറ്റ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എന്തേക്കണം? ഇത്രയും സ്ഥലത്ത് എന്താവണം? ഇതാവണം എഥനോ. എന്താവും? ഏതനോ. മനസ്സിലായോ? നിങ്ങൾ ഈ നെയിൽ പോളിഷ് ഒക്കെ ഇല്ലേ, നിങ്ങളുടെ ക്യൂട്ടസ്, പെൺകുട്ടികളാണെന്ന് കാണുന്നത്, ഞാൻ അവരോടാണ് പറയണത്. ക്യൂട്ടസ് ഇട്ടതിന് അതെങ്ങനെ റിമൂവ് ചെയ്യും? നിങ്ങളൊരു സാധനം എടുക്കും, റിമൂവർ അല്ലെ, റിമൂവറിലെടുത്ത് റിമൂവ് ചെയ്യില്ലേ, അത് ഈ സാധനമാണ്. മനസ്സിലായോ? അപ്പൊ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൊരു സ്മെല്ല് ഉണ്ടല്ലോ, റിമൂവ് സ്മെല്ല്. മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്മെല്ല് ഉണ്ടാവും. ഇല്ലെങ്കിൽ ആരുടെങ്കിലും അടുത്ത വീട്ടിലുണ്ടെങ്കിൽ ചേച്ചി മണത്ത് നോക്കട്ടെ. അതാണ് അതിന്റെ സ്മെല്ല്. അപ്പൊ ചില കുട്ടികൾ സാർ അതിന്റെ സ്മെല്ല് എന്താണ്, ഓറഞ്ച് ആണോ പൈനാപ്പിളോ, പോയി മണത്ത് നോക്ക്, അതാണ് അതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ. എനിക്കറിയില്ല, ഞാൻ മണത്ത് നോക്കുമ്പോൾ എനിക്കൊരു ആൽക്കഹോളിന്റെ സ്മെല്ലാണ് അതിനകത്ത് കിട്ടുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞെങ്കിൽ അവിടെ മണത്ത് നോക്കണം, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സോ ഈഥൈൽ എഥനേറ്റ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ മക്കൾ ഈഥൈൽ എഥനേറ്റ് പഠിക്കണം, പേര് പഠിക്കണം. തലകുത്തി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തിനാണ് ഉണ്ടാവണമെന്ന് മാത്രം പഠിച്ചാൽ മതി. എന്തിന്ന് ഉണ്ടാവുന്നത്? രണ്ടുപേരും ഈഥ്, ഒരാള് എഥനോയിക് ആസിഡ്, ഒരാള് എഥനോൾ. മനസ്സിലായോ? അതായത് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആരാണ്? എഥനോൾ ആണ് മക്കളെ, എഥനോൾ. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഷുഗർ കെയിനിനെ എന്താണ് ഫെർമെന്റേഷൻ ചെയ്ത് എഥനോൾ ഉണ്ടാക്കി. കഴിഞ്ഞ പാർട്ട് 4 പാർട്ട് 5 എന്നപ്പോ സാറ് എഥനോയിക് ആസിഡ് പഠിപ്പിച്ചു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് റിയാക്ഷൻ ആയിട്ട്, കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പോ ഇതാണ് നമ്മളുടെ എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഒരു കൂടുതൽ തോതിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻ ആയിട്ട്. അപ്പൊ അതിന്റെ റിയാക്ഷൻ മാത്രം ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അപ്പൊ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തൽക്കാലം അത് മാത്രം എങ്ങനെയാണെന്ന് പഠിക്കുക. ദെൻ അതിന്റെ പുറകെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഥനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളും തമ്മിൽ കലരുമ്പോൾ ഈഥൈൽ എഥനേറ്റ് ഉണ്ടാവുന്നതിന്റെ റിയാക്ഷൻ എഴുതാനാണ്. നോക്കാം, വളരെ സിമ്പിൾ ആണ് കേട്ടാ, ഒന്നുമില്ല, ഈസിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടാ. ക്ലിയർ? യെസ്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ എഥനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോൾ ചേർന്ന് ഈഥൈൽ എഥനേറ്റ് ഉണ്ടാവാനായിട്ടാണ് പോകുന്നത്. ഈ ഈഥൈൽ എഥനേറ്റും നേരത്തെ പഠിച്ച കുറെ എഥനേറ്റ് പഠിച്ചില്ലേ, ഓറഞ്ചിന്റെയും പൈനാപ്പിളിന്റെ എല്ലാവരെയും കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. എന്താണ്? എസ്റ്ററുകൾ എന്നൊക്കെ പറയും.
ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. എന്താണ്? എസ്റ്ററിഫിക്കേഷൻ. ക്ലിയർ ആണോ? മനസ്സിലായോ? എസ്റ്റർ ഉണ്ടാവുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേര് എന്താണ്? എസ്റ്ററിഫിക്കേഷൻ. അപ്പൊ ഈ രണ്ട് പേരും പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കെമിക്കൽ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. ആദ്യം നമുക്ക് അറിയേണ്ടത് എഥനോയിക് ആസിഡ് ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് എഥനോയിക് ആസിഡ്? CH3COOH. ക്ലിയർ? ഇനി ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ അറിയണം. അത് നിങ്ങൾക്കറിയാം, CH3CH2OH. കണ്ടോ? അപ്പൊ മുന്നത്തെ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചാലാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം. CH3CH2OH. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് എന്താ ചെയ്യാ, ഒരു കണ്ണാടി പോലെ ഇത് തിരിച്ചെഴുതുക. അതായത് ഇവിടുന്ന് ഇതിങ്ങനെ തലയിരിക്കുക, ഇതിങ്ങനെ എടുത്ത് ഉൾട്ട ഇങ്ങനെ ആക്കുക. അപ്പൊ എന്താവും നോക്കി, OH CH2 CH2. ക്ലിയർ ആണല്ലോ? യെസ്. ഇനിയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യുക, അത് ഇങ്ങനെ യോജിപ്പിക്കുക. കണ്ടോ? ഇതെന്താ? Hഉം OHഉം അല്ലെ? ഇത് രണ്ടും കൂടി ചേർന്ന H രണ്ടെണ്ണം ഒരു O, അതായത് H2O ഉണ്ടാവും. മക്കളെ മനസ്സിലായോ? മക്കളെ മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ആർക്കും എഴുതരുത്. എന്താണ് ആദ്യം എഴുതുന്നത്? എന്താണ്? ഈഥൈൽ എഥനോയിക് ആസിഡ്. രണ്ടാമത് എഴുതുന്നത് എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ എഥനോൾ എഴുതുമ്പോൾ തല തിരിച്ച് എഴുതുക. അതായത് ആദ്യം എഴുതി നോക്കുക എഥനോൾ എന്താണ്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക. ക്ലിയർ ആണല്ലോ? എഥനോളിൽ OHഉം ഈ ആസിഡിൽ Hഉം തമ്മിൽ ചേർന്ന് H2O ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് അങ്ങോട്ട് മാച്ച് കളഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ മാറ്റരുത്, ബാക്കി എന്തുണ്ട് അതെല്ലാം കൂടി ചേർത്താൽ അതാണ് ഈഥൈൽ എഥനേറ്റ്. കിട്ടിയോ? ബാക്കി ഇവിടെ എന്തുണ്ട്? CH3. ബാക്കിയുള്ളത് ഇത് എഴുതാം ആദ്യം, CH3COO ഹൈഫൻ then CH2CH3. CH2CH3. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത് തരും ചിലപ്പോ. ഇത് തന്നിട്ട് ഇത് ഉണ്ടായത് ഏത് ആസിഡിന്നും ഏത് ആൽക്കഹോളിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ CO വരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു H കൊണ്ടുവന്ന് ചേർക്കാം. അപ്പൊ എന്തായി? COH. എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഇയാളുടെ പേര് നിങ്ങൾക്ക് കിട്ടി, 2 കാർബൺ എത്ത് അല്ലെ? 2 കാർബൺ എത്ത്. COH വന്നത് എന്താണ്? OIC ആസിഡ്. ഈ ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ പറയണം ഇത് എഥനോയിക് ആസിഡ് എന്നാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ CH2CH3 ഉണ്ടല്ലോ. അപ്പൊ H ഇവിടെ ചേർത്തില്ലേ, OH ഇവിടെ ചേർക്കാം, OH. അപ്പൊ ഇതെന്തായി? ഇത് എന്താണ്? എഥനോൾ ആയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. അങ്ങനെയാണ് ചോദിക്കണേന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോ എന്താണ് നമ്മളിവിടെ പഠിച്ചത്? ചുരുക്കി വളരെ പെട്ടെന്ന് ചുരുക്കി ഒരു തവണയും കൂടി ഒന്ന് കാണാപ്പാടം. ഇപ്പൊ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു ബുക്കും പേപ്പർ എടുത്തിട്ട് സാറ് ഈ പറഞ്ഞതൊന്ന് കാണാപ്പാടം എഴുതി നോക്കി. നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എഥനോയിക് ആസിഡ് 2 കാർബൺ ആണ് വരുന്നത്, CH3COH. ഓക്കെ, then എഥനോൾ എന്റെ മനസ്സിലുള്ളത് ഇങ്ങനെയാണ്, CH3CH2OH. അപ്പൊ ഞാൻ അതിന് തിരിച്ചെഴുതുമ്പോൾ OH ആദ്യം എഴുതണം, OH then CH2CH3. ഓക്കെ. then ഗീവ്സ് എഴുതുമ്പോ എനിക്ക് ഇപ്പുറത്ത് എന്ത് കിട്ടണം? എനിക്ക് ഈ OHൽ Hഉം ഈ OHഉം തമ്മിൽ പോകണം. ഈ COHൽ Hഉം ഇവിടെ OHഉം തമ്മിൽ പുറത്തേക്ക് പോകണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടണം? H2O കിട്ടണം. H2O കിട്ടണം. then ഇത് രണ്ടും കൂടി, ബാക്കിയുള്ള ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് എഴുതണം. അപ്പൊ എന്താവും? CH3COO, ബാക്കിയുള്ളത് CH2CH3. ക്ലിയർ മക്കളെ? ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. ഈ റിയാക്ഷൻ പെട്ടെന്ന് നടക്കണം. നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ പതുക്കെ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിന്റെ പേരും കൂടി പഠിക്കണം. കോൺസെൻട്രേറ്റഡ് എന്ന് കാണിക്കാൻ ഇങ്ങനെ CONC കുത്തിടാ, H2SO4. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൾഫ്യൂറിക് ആസിഡ്. ഇതെന്ത് സാധനമാണ്? സൾഫ്യൂറിക് ആസിഡ്. ക്ലിയർ ആണോ? അപ്പോ സൾഫ്യൂറിക് ആസിഡിന്റെ സാന്നിധ്യത്തിൽ, അതായത് സൾഫ്യൂറിക് ആസിഡ് അതിനകത്ത് ഒഴിച്ചിട്ട് അതിന്റെ പ്രസൻസിലായിരിക്കും ഈ റിയാക്ഷൻ നടക്കുക. സൾഫ്യൂറിക് ആസിഡിന് ഒന്നും സംഭവിക്കില്ല. റിയാക്ഷൻ കൂട്ടി പെട്ടെന്ന് എന്തുണ്ടാക്കും? നമുക്ക് ഈ പറയുന്ന എസ്റ്റർ ഉണ്ടാക്കും. ഇതിന്റെ പേര് എഴുതണം. ഇതിന്റെ പേര് എഴുതുമ്പോൾ നമ്മൾ സാർ എന്താ പറഞ്ഞത്? ആൽക്കഹോളിന്റെ പേര് എന്താണ്? ഈഥാൽ. ആൽക്കഹോൾ 2 അല്ല, അപ്പൊ അത് ഈഥാലിനാക്കാം. ദെൻ എന്താണ്? ആസിഡിന്റെ പേര്
ആസിഡിന്റെ പേര് ഇവിടെ ETHANOAT, എഥനോയേറ്റ്. ഉണ്ടോ? ക്ലിയർ? ആസിഡ് ഇവിടെ എത്താണ്, ആൽക്കഹോളും എത്താണ്. അപ്പൊ ഈതൽ എഥനേറ്റ്. മനസ്സിലായോ? ആൽക്കേൽ ആൽക്കോനേറ്റ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ആൽക്കായ് എന്ന് എഴുതിയിട്ട് ആൽക്കോനേറ്റ്. ഇങ്ങനെയായിരിക്കും എന്ത് വരിക, ഈ പറയുന്ന എസ്റ്ററിന്റെ പേരുകൾ വരിക. ഓക്കെ, അപ്പൊ ചിലപ്പോ നമുക്ക് ഒരു ആൽക്കഹോൾ ഒരു ആസിഡ് തന്നിട്ട് ഇതിന്റെ പേരെന്തായിരിക്കും, ഉണ്ടാവുന്ന എസ്റ്ററിന്റെ പേര് എന്തായിരിക്കും ചോദിക്കും. അപ്പൊ ആൽക്കഹോളിന്റെ കാർബൺ എണ്ണം നോക്കി അതിനെ ആൽക്കൈലിനാക്കുക, അതുപോലെ ആസിഡിന്റെ എണ്ണം നോക്കിയിട്ട് അതിനെ ആൽക്കോനേറ്റ് എന്ന് എഴുതുക. അപ്പൊ ആൽക്കൈൽ ആൽക്കനേറ്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ബ്യൂട്ടനോയിക് ആസിഡും ആൽക്കഹോളും തമ്മിൽ ഈഥൈൽ ആൽക്കഹോളും തമ്മിൽ ബ്യൂട്ടനോയിക് ആസിഡ് പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ. ആൽക്കഹോളിൽ ഈഥൈലാണ്, അപ്പൊ എന്റെ പേരിൽ ആദ്യം ഈഥൈൽ. ബ്യൂട്ടനോയിക് ആസിഡിൽ ബ്യൂട്ടനേറ്റ്, അപ്പൊ ഈഥൈൽ ബ്യൂട്ടനേറ്റ് എന്നാണ് അതിന്റെ പേര്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഓൾ അബൌട്ട് എസ്റ്റർ മക്കളെ. എസ്റ്റർ പഠിച്ചില്ലേ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കണം. അതായത് കുറച്ച് എന്താണ് ഈ പറയുന്ന ആൽക്കഹോൾ എഴുതും സാറ്, ആസിഡ് എഴുതും, നിങ്ങൾ അത് റിയാക്ട് ചെയ്ത് അതിന്റെ ആൻസർ എഴുതണം കേട്ടോ. എന്റെ ഒപ്പം തന്നെ ചെയ്തു. ഓക്കെ, ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ പറയണത്. അപ്പൊ നമ്മളത് കേട്ടിട്ട് ഭംഗിയായിട്ട് എന്താണ് എഴുതാം കേട്ടോ. ഇത് ഒരു എസ്റ്റർ ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് ആൽക്കഹോളും ഏത് ആസിഡും ചേർത്താണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഈ CO വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. ഇവിടെ ഒരു H കൊടുക്കാം, ഇവിടെ എന്താ കൊടുക്കാം, ഒരു OH കൊടുക്കാം. ഇതിന്റെ പേരെന്താ, രണ്ട് കാർബൺ കൊണ്ട് എത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, എന്താണ് COH വരുന്നുണ്ട്, ഓയിക് ആസിഡ്. ഓയിക് ആസിഡ് എന്ത് സാധനം ഉണ്ടാക്കി, എഥനോയിക് ആസിഡ്. ഈ ഡ്രോപ്പ് ചെയ്യണം, എഥനോയിക് ആസിഡ്. ഇതോ, ഇത് 3 1 2 3. അപ്പോ പ്രൊപ്പ് അല്ലെ, OH വന്നതുകൊണ്ട് എന്താണ് OL ചേർക്കാം, ANE പ്ലസ് OL. ഈ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പ്രൊപ്പനോൾ. അപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എഥനോയിക് ആസിഡും പ്രൊപ്പനോളും ചേർത്താണ്. എന്താണ് ഈ എസ്റ്ററിന്റെ പേര്, എന്താണ് എസ്റ്ററിന്റെ പേര്? അപ്പൊ ആദ്യം നമ്മള് ആൽക്കഹോളിന്റെ പേര് പ്രൊപ്പ് YL, പ്രൊപ്പ് YL. ദെൻ എഥനേറ്റ്, ETH, ETHNOATE, എഥനേറ്റ്. കഴിഞ്ഞോ? മനസ്സിലായോ? ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടാ, തിരിച്ചും ചോദിക്കട്ടെ. ഇത് തന്നിട്ട് ഇത് എഴുതാനും ചോദിക്കും. അത് കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ. അടുത്തത് CH3 CH2 COO അല്ലെ, CH3 അതോളൂ. ഇത് എന്ത് ചേർന്നാണ് ഉണ്ടായിരുന്നത് പഠിക്കും. അപ്പൊ എപ്പോഴും മക്കളെ മനസ്സിലാക്കേണ്ടത് CO എവിടെ വന്നതോ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. ആണോ? CO ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ എന്ത് ചേർക്കുക, ഇവിടെ ഒരു H ചേർക്കുക, ഇവിടെ എന്ത് ചേർക്കുക, OH ചേർക്കുക. അപ്പൊ ഇതിന്റെ പേരെന്താണ്, 3 കാർബൺ 1 2 3 3 കാർബൺ ഉള്ളതുകൊണ്ട് പ്രൊപ്പ്. കിട്ടിയല്ലോ, പ്രൊപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, COH വരുന്നതുകൊണ്ട് പ്ലസ് ഓയിക് ആസിഡ്. ഓക്കെ, ഈ ഡ്രോപ്പ് ചെയ്യാം. ഇതിന്റെ പേരെന്താണ്, പ്രൊപ്പനോയിക് ആസിഡ്. യെസ്. ഇതെന്താണ്, CH3 മെത്ത്, ഒരു കാർബൺ കൊണ്ട് മെത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, OH വന്നതുകൊണ്ട് OL. ഈ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ എന്താണ് ഇതിന്റെ പേര്, മെഥനോൾ. അപ്പൊ ഈ എസ്റ്ററിന്റെ പേര് എന്തായിരിക്കും,
എസ്റ്ററിന്റെ പേര്, ഈ ആൽക്കഹോളിന്റെ പേര് ആദ്യം എഴുതണം, മെത്തനോട് ഒരു വയ്യൽ ചേർക്കണം, ഇത് നമ്മുടെ ആസിഡിന്റെ പേര് എഴുതണം, PROPANOATE, പ്രൊപ്പൻ. പ്രൊപ്പൻ വരെ എഴുതിയിട്ട് എന്താണ് പ്രൊപ്പനോ വരെ എഴുതിയിട്ട് എന്ത് എഴുതാം, AT കൂടി ചേർത്ത്. കിട്ടിയോ? ക്ലിയർ? യെസ്. അപ്പൊ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണത്, നിങ്ങളോട് ഇത് തന്നിട്ട് ഇത് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, അടുത്തത് CH3 CH2 COO ഹൈഫൻ CH2 CH3. ഇതാണ് അടുത്തത്. ഇത് ഏത് ആസിഡും ഏത് ആൽക്കഹോളും തമ്മിൽ ചേർന്നാണ് ഡയഗ്നോം. അപ്പൊ CO വരുന്നത് വെച്ച് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു എന്ത് ചേർക്കണം, H ചേർക്കുക, ആൽക്കഹോളിന്റെ കൂടെ ഇവിടെ OH കണ്ടോ, CO ഒരു സ്ഥലത്ത് H ചേർക്കണം. ഇപ്പൊ എത്ര 1 2 3 പ്രൊപ്പ് അല്ലെ, പ്രൊപ്പനോയിക് ആസിഡ് അറിയാലോ. ഇനി സാർ എഴുതേണ്ട ആവശ്യമില്ല, തിരിച്ചെഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലായി കാണും. ഇതെന്താണ്, 2 കാർബൺ, എത്തനോൾ അല്ലെങ്കിൽ ഈഥനോൾ. എന്തായിരിക്കും ഇതിന്റെ എസ്റ്ററിന്റെ പേര്? അപ്പോ എത്തായതുകൊണ്ട് ഈ TH ഒരു വയ്യൽ ചേർക്കാം, ഇവിടെ പ്രൊപ്പനോ വരെ എഴുതാം, പ്രൊപ്പനോ, ATE, പ്രൊപ്പനേറ്റ്, ഈഥൈൽ പ്രൊപ്പനേറ്റ്. ക്ലിയർ? യെസ്. അടുത്തത് CH3 CH2 COO ഹൈഫൻ CH2 CH2 CH3. ഇതിന്റെ കണ്ടുപിടിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെച്ച് ബ്രേക്ക്, ഇവിടെ H ചേർക്കുക, ഇവിടെ ഒരു OH ചേർക്കുക. ക്ലിയർ? 3 കാർബൺ ഉണ്ട്, പ്രൊപ്പനോയിക് ആസിഡ്. ക്ലിയർ ആണോ? പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടെ 1 2 3 3 കാർബൺ ഉണ്ട്, അപ്പൊ പ്രൊപ്പ് ANOL, പ്രൊപ്പനോ. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ചേർന്നാണ് ഇത് ഉണ്ടായത്. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് ആദ്യം ആൽക്കഹോള്, പ്രൊപ്പ് വയ്യൽ ചേർക്കുക, ദെൻ ഇവിടെ പ്രൊപ്പനോ വരെ ഉണ്ട്, പ്രൊപ്പനോ, ദെൻ ATE, പ്രൊപ്പനേറ്റ്. കേട്ടോ? അപ്പൊ ഇപ്പൊ സാറി പറഞ്ഞ എക്സാമ്പിൾ ടെക്സ്റ്റിൽ കുറച്ച് ലിസ്റ്റ് തന്നിട്ട് അതിനകത്ത് എസ്റ്ററുകൾ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആൻസർ മാത്രം ഇതിന് പെരക്കിയെടുത്ത് എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ എസ്റ്ററുകളാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, CO എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവും. അത് നമ്മൾ ഇത് ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആസിഡും ഒരു ആൽക്കഹോളും കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നത് മാത്രം എന്തെന്ന് എഴുതുക, എസ്റ്ററുകളാണെന്ന് എഴുതുക. ആ എസ്റ്ററുകൾ ഉണ്ടാക്കിയ ആളുകളുടെ പേരുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പേരുകൾ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. അപ്പോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് 100 വ്യൂസ് ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ വീഡിയോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും എത്തിക്കുക. ഈ മെഡിസിൻ കൂടി എടുക്കാണ്ട് പോലെ അപ്പൊ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ഫ്രീ ആയിരുന്നു, സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ഫ്രീ ആയിരുന്നു, ഇനി അങ്ങോട്ടൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി SSLC ആവുന്ന സമയത്ത് ഓടി വന്ന് ഇവിടെ നോക്കി പഠിക്കാം, മനസ്സിലായോ? റിവൈസ് ചെയ്യാം. ഇത് ഫുൾ ഫ്രീ ആയിരിക്കും, നമ്മളിതൊന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാണ്ട് നിങ്ങൾ ഇത് മൊത്തം കാണുക, എന്നാലേ സാറിന് അത് യൂസ് ആയിട്ട് യൂട്യൂബ് വരെ എനിക്കുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാപ്റ്റർ 1 പാർട്ട് 8 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുടെ കാണുന്ന 30 ക്വസ്റ്റ്യൻസ്, ഷുവറായിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് ആ ഒരു സെക്ഷൻ, ആ ഒരു വീഡിയോ ഫുള്ള് കാണാൻ 30 ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അതിന്റെ സെക്കൻഡ് പാർട്ട് സെറ്റ് 2 നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പാർട്ട് 9 കൂടി കാണാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി അടുത്ത നമ്മൾ ടോപ്പിക് ഇതിനകത്ത് വരുന്നത് മെഡിസിൻസ് ആണ്. വളരെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടേബിൾ മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ. ടൈപ്പ് ഓഫ് മെഡിസിൻസും അതിന്റെ പേരുകളും. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ചോദിക്കുന്നത്, പക്ഷെ ഉറപ്പായിട്ട് ചോദിക്കുക. എന്റെ ഒരു എക്സ്പീരിയൻസിൽ മിക്ക എക്സാമിനും ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അവസാനത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. വെറുതെ ഒരു ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കിന് 2 മാർക്കിന് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കയറ്റി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മെഡിസിൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. മക്കളെ, ലാസ്റ്റ് ടോപ്പിക്കാണ് മെഡിസിൻ. വളരെ കുഞ്ഞു ടോപ്പിക്കാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ചെറിയ ടേബിൾ ഉണ്ട്, ഭംഗിയായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കി പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം.
സാർ ക്ലാസ് എടുക്കുമ്പോൾ ടേബിൾ എല്ലാം നമ്മൾ എടുക്കുക, അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ വേറെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാവുന്ന നമുക്ക് പരിചയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അത് ആദ്യം പഠിച്ചെടുക്കുക. ഡെറ്റോൾ, എന്റെ വീട്ടിൽ ഡെറ്റോൾ ഉണ്ട്. എപ്പോഴാണ് നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കേണ്ടത്? പെട്ടെന്ന് ഒരാളുടെ കാലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയൊക്കെ പോയിട്ട് ഡെറ്റോൾ എടുത്ത് തുടച്ചാൽ മതി. എന്തിനാണ് അത് ചെയ്യുന്നത്? അത് മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യണം, നശിപ്പിക്കാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യണം. അപ്പോ മൈക്രോ ഓർഗാനിസംസ് ഈ മൈക്രോ ഓർഗാനിസംസിനെ കൺട്രോൾ ചെയ്യാൻ, എന്ത് ചെയ്യാൻ? കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡെറ്റോൾ ഉപയോഗിക്കുന്നത്. ഡെറ്റോൾ മാത്രം, ബാക്കി എങ്ങും നോക്കണം, ഡെറ്റോൾ മാത്രം നോക്കാം. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റിസെപ്റ്റിക്സ്. അതാണ് പഠിക്കേണ്ട പേര്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ആന്റിസെപ്റ്റിക്. സെപ്റ്റിക് ആവും, വേഗം ഡെറ്റോൾ എടുക്കുക, അല്ലെങ്കിൽ സെപ്റ്റിക് ആവും എന്നൊക്കെ പറയും അല്ലെ. ആന്റിസെപ്റ്റിക്, മനസ്സിലായോ? ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്ന മരുന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്ന് തന്നെയാണ് ഇത് ഡെറ്റോൾ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കൺട്രോൾ വാട്ട്? എന്തിനെ? മൈക്രോ ഓർഗാനിസംസിനെ. അതായത് നമ്മൾ മുറിവുണ്ടായാൽ പെട്ടെന്ന് ചുറ്റുപാടുള്ള ചെറിയ ചെറിയ അണുക്കളൊക്കെ അതിനകത്ത് കയറി അത് പഴുക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യാനാണ് ഡെറ്റോൾ ഉപയോഗിക്കുന്നത്. ഡെറ്റോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ആന്റിസെപ്റ്റിക്സ്. അപ്പൊ ആന്റിസെപ്റ്റിക്സ് എന്ന് പഠിച്ചു കിട്ടിയല്ലോ, അറിഞ്ഞ് പഠിക്കണോ? ആന്റിസെപ്റ്റിക്സ്. ഡെറ്റോൾ എന്റെ വീട്ടിലുള്ള കാര്യം എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. ക്ലിയർ? ഇനി ഇതിനെ നശിപ്പിക്കണം. അതായത് പെട്ടെന്ന് നമുക്ക് ചുമയൊക്കെ വന്ന് കഫക്കെട്ടൊക്കെ വന്നിട്ട് ചെസ്റ്റിലൊക്കെ കഫം വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറില്ല. ഇപ്പൊ ഡോക്ടർ പറയുക എക്സ് എടുത്തിട്ടുണ്ടാവും. എക്സ് എടുക്കുമ്പോൾ ചെസ്റ്റിലൊക്കെ നിറച്ച് കഫമാണ്, ചെറിയ പ്രായത്തിലൊക്കെ വരും, ന്യൂമോണിയയുടെ ആരംഭമാണ്, അതുകൊണ്ട് നമുക്ക് ആന്റിബയോട്ടിക് നമ്മൾ ആന്റിബയോട്ടിക് തരും. മനസ്സിലായോ? ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കും, വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഗുളികയായിരിക്കും. അപ്പൊ ഈ ആന്റിബയോട്ടിക് എന്താ ചെയ്യുന്നത്? അവിടെ ചെന്നിട്ട് നമുക്ക് അസുഖം ഉണ്ടാക്കിയ ബാക്ടീരിയനെ അങ്ങോട്ട് കൊല്ലും. മനസ്സിലായോ? കൊല്ലും. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയസിനെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇവിടെ കൺട്രോൾ അല്ല ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. കണ്ടോ? നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന, ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആന്റിബയോട്ടിക്സ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ആന്റിസെപ്റ്റിക്സ്. നശിപ്പിക്കുന്നതിന് എന്താ വിളിക്കുന്നത്? ആന്റിബയോട്ടിക്. ഈ ആന്റിബയോട്ടിക്കിന് ഒരു എക്സാമ്പിൾ പഠിച്ചു നോക്കണം. പെൻസിലിൻ. നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലല്ല, അങ്ങനെ ഓർത്ത് വെച്ചോ, അപ്പൊ നമുക്ക് ഓർമ്മ വരുമല്ലോ പേര്. പെൻസിലിൻ ഒരു ആക്സിഡന്റൽ ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. അത് പെൻസിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഒരു പരീക്ഷ നടത്തിയപ്പോൾ അറിയാതെ കണ്ടുപിടിച്ചത് ഏതാണ് എന്ത്? പെൻസിലിൻ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മനസ്സിലായ മക്കളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരാം. വീട്ടിലുള്ള ഡെറ്റോൾ എടുക്കുക. ഡെറ്റോൾ കൈമുറിയുമ്പോൾ നമ്മൾ പറ്റുന്ന എന്തിനാണ്? സെപ്റ്റിക് ആവാതിരിക്കാൻ ആന്റിസെപ്റ്റിക് ആണോ? അത് ക്ലിയർ ആണോ? അതെന്താ ചെയ്യുന്നത്? മൈക്രോ ചെറിയ ചെറിയ അണുക്കൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, കൺട്രോൾ ചെയ്താൽ പോരാ, നമുക്ക് അതിനെ എന്ത് ചെയ്യണം? നശിപ്പിക്കണമെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കണം. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞത് എന്താണ്? അപ്പോ ഈ ഓർഗാനിസത്തിനെ നശിപ്പിക്കുക, കൊല്ലുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണം പെൻസിലിൻ. നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പെൻസിലിൻ. ഓക്കെ, ഇനി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ഗുളിക എപ്പോഴും ഉണ്ടാവും കൂടെ. അതാരാണ്? പാരസിറ്റാമോൾ. എന്താണ് ആ ഗുളികയുടെ പേര്? പാരസിറ്റാമോൾ. മനസ്സിലായോ? ഈ പാരസിറ്റാമോള് നമുക്ക് തരുന്നത് എന്തിനാണ്? പനി മാറാനാണ്. നല്ല പനിയായിട്ട് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് പാരസിറ്റാമോള്, കൊച്ചുങ്ങൾക്കൊക്കെ ഉണ്ടാവും ഒരു നല്ല പിങ്ക് കളറിലേക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കുടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി പാരസിറ്റാമോൾ ഗുളിക ഉണ്ട്, വലിയൊരു പൊട്ട് പോലത്തെ വലിയ ഗുളിക. അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പനി എന്ത് കുറയും അല്ലേ? അപ്പൊ പാരസിറ്റാമോൾ എന്തിനാ നമുക്ക് തരുന്നത്? റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ. മനസ്സിലായോ? അതിനുവേണ്ടി മാത്രമല്ല, റിലീവ്സ് പെയിൻ നമുക്ക് ഒഴിവാക്കാനും എന്ത് തരും? പാരസിറ്റമോൾ തരും. അപ്പൊ പാരസിറ്റമോൾ കഴിച്ചുകൊണ്ട് രണ്ട് ഗുണമാണ്. ഒന്ന്, റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ. രണ്ട്, റിലീസ് പെയിൻ. കണ്ടോ? പെയിനും പോവും, നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കുറയും. അപ്പൊ രണ്ട് ഗുണം. ഒന്ന് കഴിച്ച് രണ്ട് ഗുണം. പാരസിറ്റമോൾ രണ്ട് ഗുണം: റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, ഒന്ന് റിലീഫ് പെയിൻ, നമ്മുടെ വേദനയും മാറും. മനസ്സിലായോ? ക്ലിയർ? അങ്ങനെ പാരസിറ്റമോള് റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിപൈറേറ്റിക്സ്. എന്താണ്? ആന്റിപൈറേറ്റിക്സ്. അപ്പൊ ആന്റിപൈറേറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഗണത്തിന് വിളിക്കുന്ന പേരാണ് ആന്റിപൈറേറ്റിക്സ്. പക്ഷേ പാരസിറ്റമോള് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, വേദന കുറയ്ക്കാനും ഉപയോഗിക്കും. വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അനൽജിസിക്സ്. എന്താണ്? അനൽജിസിക്സ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേബിളിൽ ഇതാണ് നടക്കുന്നത്, അനൽജിസിക്സ്. എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്
ആസ്പിരിൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് കാലൊക്കെ ഒഴിഞ്ഞു നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് ആസ്പിരിൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേദന തോന്നില്ല, പിന്നെ വേദന മാറും. ഓക്കെ, അപ്പൊ വേദന ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറ്റഗറീനെ വിളിക്കുന്ന പേരാണത് അനൽജിസിക്സ്. മനസ്സിലായോ? അതേസമയം ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതിന്റെ കാറ്റഗറിയുടെ പേര് എന്താണ്? ആന്റി പൈരറ്റിക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അപ്പൊ പാരസിറ്റമോൾ രണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ബോഡി ടെമ്പറേച്ചറും കുറയ്ക്കാം, വേദനയും കുറയ്ക്കാം. അപ്പൊ പാരസിറ്റമോൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ബോത്ത് ആന്റി പൈരറ്റിക്സ് ആൻഡ് അനൽജിസിക്സ്. ഒരേ സമയം തന്നെ ആന്റി പൈരറ്റിക്സും അനൽജിസിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേര് ചോദിച്ചാൽ പാരസിറ്റമോൾ പറയണം. ഓക്കെ, അതുപോലെ അസ്പിരിൻ നമുക്ക് അനൽജിസിക്സ് ആയിട്ട് മാത്രമല്ല പെട്ടെന്നുണ്ടാവുന്ന ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ, അതായത് ബ്ലഡ് കട്ടയാവുന്നത് തടയാനായിട്ടും ആസ്പിരിൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ചില മരുന്നുകൾക്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ ഒരു രണ്ടാളുകൾ നോട്ട് ചെയ്ത് വെച്ചു, ഇത് നിങ്ങളെ കുരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് അതുകൊണ്ടാണ് സാർ ഇങ്ങനെ. ഓക്കെ, ക്ലിയർ. മറ്റേ ടേബിൾ ആക്കി പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. പാരസിറ്റമോൾ രണ്ട് ഉപയോഗം എന്ന് ഓർത്തിരിക്കാം. ഒന്ന്, റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, റിലീഫ് എന്താണ് പെയിൻ. ക്ലിയർ. അതായത് ആന്റിബയോട്ടിക്സും അനൽജസിക്കും ആയിട്ട് ഉപയോഗിക്കുന്നു. ആസ്പിരിന്റെ കേസ് പറയുമ്പോൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക്, അത് ആലോചിച്ച് വെക്കുക. ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഒരു ഹാർട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ഹാർട്ട് അറ്റാക്ക് എന്താണ് വരാതെ നോക്കുന്നു. മനസ്സിലായോ? ഹാർട്ട് അറ്റാക്ക് വരാതെ ഈ പറയുന്ന ആസ്പിരിൻ നോക്കുന്നത്. എങ്ങനെയാണ് അത് സാധ്യമാവുന്നത്? നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കില്ല. ബ്ലഡ് കട്ട പിടിച്ച് ബ്ലഡ് തടസ്സം വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പൊ അത് വരാതെ നോക്കുന്ന ആളാണ് ആര്? ആസ്പിരിൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾക്കാണ്. മനസ്സിലായോ? ഒന്ന്, ഡയഗ്നൈസിസ്. നമ്മുടെ രോഗം എന്താണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കുക. ആദ്യം ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ എഫക്ട് നോക്കിയിട്ട് ഇതല്ല വേണ്ടത്, വേറെ രോഗമാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്? ട്രീറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൊസീജിയറിലൂടെ. ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഇങ്ങനെ 5 ദിവസം നിങ്ങൾക്ക് തരിക, 1 2 3 വെച്ച് ഇത്ര ml വെച്ച് അങ്ങനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് പ്രിവെൻഷൻ. പി മീൻസ് പ്രിവെൻഷൻ. അതായത് ഇനി അസുഖം വരരുത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യും. മനസ്സിലായോ? പിന്നെ അതായത് നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് അസുഖം വന്നിട്ട് പിന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പറ്റില്ല. കാരണം ആന്റിബയോട്ടിക്സ് നമുക്ക് സൈഡ് എഫക്ട് ഉണ്ടാക്കും. അപ്പൊ അതും ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്സ് വാങ്ങിച്ച് കഴിക്കാനും പാടില്ല. ഓക്കെ, അപ്പോ DTP എന്ന് ആലോചിച്ചിരിക്കുക. DTP ചേട്ടാ DTP ചെയ്തിരുന്നു പറയാം. നമ്മൾ DTP ചെയ്തിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രിന്റ് അടിച്ച് തരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. DTP എന്ന് പറയുന്നത് D എന്താ ഉദ്ദേശിക്കുന്നത്? ഡയഗ്നോസിസ്. T എന്താണ്? ട്രീറ്റ്മെന്റ്. P എന്താണ്? പ്രിവെൻഷൻ. അതായത് രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് വരാതെ നമ്മൾ തടയുക. അതിനാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? മെഡിസിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം എന്താണെന്ന് മനസ്സിലാവും, അത് ട്രീറ്റ്മെന്റ് ആവും. പിന്നീട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആ രോഗം വരാതെ അത് പ്രിവെന്റ് ചെയ്യുക, അതിൽ നിന്ന് മോചിതനാവും. അപ്പൊ അതിനാണ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നത്. സോ ആ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നത് ആരാണ്? കെമിസ്ട്രിയാണ്. അപ്പൊ കെമിസ്ട്രി പഠിക്കുന്നത് നിങ്ങൾ ആരാണ്? ഇപ്പോ സയന്റിസ്റ്റുകളാണ്. നാളെ നിങ്ങളായിരിക്കും പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ കെമിസ്ട്രി വളരെ ഇൻട്രസ്റ്റിംഗോടെ പഠിക്കാം. ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇതിന്റെ ലാസ്റ്റത്തെ ഒരു നമ്മുടെ ലെക്ചർസില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 വരെ നമ്മൾ പാർട്ട് 3 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള 2 നിങ്ങൾ ചെയ്തു നോക്കുക. ഇപ്പൊ പഠിച്ച കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. നമ്മൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ എക്സസൈസും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ സൂപ്പർ 30 നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്തില്ലേ, അതുപോലെ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ സാറിന് ആഗ്രഹമുണ്ട്. പക്ഷെ സൂപ്പർ 30 നമ്മൾ ചെയ്തിട്ട് നല്ല റെസ്പോൺസ് ഉണ്ട്. അതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് പാർട്ട് വേണമെന്ന് അപ്പോൾ കമന്റ് ചെയ്യുക. അതുപോലെ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. സൂപ്പർ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയൊക്കെയാണ് ഇത് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ സാറിന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളും കാണുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.